ഹലോ, നമുക്കിന്ന് S5 സിലബസിലെ DCSൻ്റെ മൊഡ്യൂൾ 1 വരുന്ന മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A rectangular beam of 250 mm wide and effective depth 450 mm has 3 bars of 20 mm diameter as tension steel. Find the moment of resistance of a section if the M20 concrete and Fe 415 grade steel are used. Also determine the limiting moment of resistance of the section. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആദ്യമേ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ റെക്ടാങ്കുലർ ബീം 250 mm വൈഡ് അല്ലേ, 250 mm വൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിയുടെ വാല്യൂ എന്താണ്? 250, എഫക്റ്റീവ് ഡെപ്ത് 450. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്മോൾ ഡിയുടെ വാല്യൂ എഫക്റ്റീവ് ഡെപ്ത് തന്നിട്ടുണ്ട് 450 mm. ഹാസ് 3 ബാർസ് ഓഫ് 20 mm ഡയമീറ്റർ ആസ് ടെൻഷൻ സ്റ്റീൽ. അതായത് AST കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ബാറും ഡയമീറ്റർ ഓഫ് ബാറും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ AST കാൽക്കുലേറ്റ് ചെയ്യാം? AST is equal to n into pi/4 d² ആണ്. ഇവിടെ n-ൻ്റെ വാല്യൂ 3 into pi/4, d-യുടെ വാല്യൂ 20 ആണ്. 20² നമുക്ക് ചെയ്യുമ്പോൾ 942.477 mm² എന്ന് കിട്ടും. സോ നമുക്ക് AST കിട്ടി. ദെൻ അടുത്ത എന്താണ്? M20 കോൺക്രീറ്റും Fe 450 സ്റ്റീലും നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ M20 എന്ന് പറഞ്ഞാൽ FCKയുടെ വാല്യൂ 20 ആയിരിക്കും. Fe 415 എന്ന് പറഞ്ഞാൽ FIയുടെ വാല്യൂ 415 Nm/mm² ആണ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും കാണണം, അതുപോലെ തന്നെ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആദ്യമേ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് XU എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. XU കാൽക്കുലേറ്റ് ചെയ്യുന്ന എവിടുന്ന കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ IS 456 പേജ് നമ്പർ 96 XUവിൻ്റെ ഇക്വേഷൻ ഇത് കിടപ്പുന്നുണ്ട് അല്ലേ. XU/D is equal to 0.87 FI AST divided by 0.36 FCK BD. ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാ വാല്യൂസും നോൺ ആണല്ലേ. 0.87 അറിയാം, FIയുടെ വാല്യൂ 415, ASTയുടെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 942.77, 0.36, FCKയുടെ വാല്യൂ 20 ആണ്, ബിയുടെ വാല്യൂ എത്രയാണ്? 250, ഡിയുടെ വാല്യൂ 450. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? XU/D is equal to 0.42 എന്നുള്ള ആൻസർ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ XU/Dനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റിംഗ് XU/max/D അല്ലെങ്കിൽ XU/max/D ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. XU/max/Dയുടെ വാല്യൂ എവിടുന്ന കിട്ടുക? XU/max/Dയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി IS 456 പേജ് നമ്പർ 70 പോവുക. അവിടെ നമുക്ക് നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് തന്നിട്ടുണ്ട്. Fe 250 എത്രയാണ് തന്നിരിക്കുന്നത്? Fe 415 ഉണ്ട്, Fe 500, അതിനൊക്കെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU/max/Dയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് Fe 415 കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU/max/D എന്ന് പറയുന്നത് എത്രയാണ്? 0.48. നോക്കിക്കേ, ഏതാണ് വലുത്? XU/D ഉണ്ട്. XU/D 0.42, XU/max/D 0.48 അല്ലേ. അപ്പോൾ ഏറ്റവും വലുതാരാണ്? XU/max/D ആണ് അല്ലേ. സോ നമുക്ക് നമ്മുടെ കണ്ടീഷൻ എന്താണ്? അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന സംഭവം എന്താണ്? XU/D is less than XU/max/D. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? XU is less than XU/max, which means it is an under reinforced section. അപ്പോൾ under reinforced section ആണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ IS 456 പോവുക. IS 456 പേജ് നമ്പർ 96 നമ്മുടെ ഈ പറയുന്ന സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ അല്ലെങ്കിൽ XU/D ലെസ് ദാൻ XU/max/D ആണെങ്കിൽ MU കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ XU/D ഈക്വൽ ടു XU/max/D കാണാനാണെങ്കിൽ വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മളുടെ കണ്ടീഷൻ എന്താണ്? XU ലെസ് ദാൻ XU/max ആണ്, അല്ലെങ്കിൽ XU/D ലെസ് ദാൻ XU/max/D ആണ്. സോ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? MU is equal to 0.87 FI AST D into 1 minus AST FI by BD FCK. എല്ലാ വാല്യൂസും നമുക്ക് നോൺ ആണ് അല്ലേ. അതേ വാല്യൂസ് എല്ലാം ഇതിനകത്തേക്ക് ഇടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.87, FIയുടെ വാല്യൂ 415, ASTയുടെ വാല്യൂ 942.77, Dയുടെ വാല്യൂ 450, and then 1 minus AST 942.77, FIയുടെ വാല്യൂ 415, Bയുടെ വാല്യൂ 250, Dയുടെ വാല്യൂ 450 and FCKയുടെ വാല്യൂ 20. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണ വാല്യൂ 126538938.21 Nm/mm² ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 10⁻⁶ അല്ലെങ്കിൽ ഇൻറ്റു 10⁻⁻6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ മീറ്റർ സ്ക്വയർ അല്ല കേട്ടോ, ന്യൂട്ടൺ MM, കിലോ ന്യൂട്ടൺ പെർ, ഇവിടെ തെറ്റുണ്ട് കേട്ടോ, യൂണിറ്റ് തെറ്റിപ്പോയി. ഇത് ന്യൂട്ടൺ MM ആൻഡ് ഇവിടെ കിലോ ന്യൂട്ടൺ മീറ്റർ, സോറി യൂണിറ്റ് 126.53 കിലോ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ MM എങ്ങനെ കിലോ ന്യൂട്ടൺ മീറ്ററിലാക്കുക? ന്യൂട്ടണിനെ
കിലോ ന്യൂട്ടൺ ആക്കാൻ ഇൻറ്റു 10⁻³ എമ്മിനെ മീറ്റർ ആക്കാൻ വീണ്ടും ഇൻറ്റു 10⁻³. സോ ന്യൂട്ടൺ എമ്മിനെ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻⁻6 ചെയ്യുക. അപ്പോൾ 126.53 കിലോ ന്യൂട്ടൺ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. സോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടി. അടുത്ത എന്താണ്? ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MU ലിമിറ്റ് കാണാനാണ്. MU ലിമിറ്റിന്റെ ഇക്വേഷനും എവിടെ തന്നെയുണ്ട്? എവിടെയാണ്? പേജ് നമ്പർ ഓഫ് IS 456 നമ്മുടെ XU/D അല്ലെങ്കിൽ XU/D ഇസ് ഈക്വൽ ടു XUmax/D ആണെന്നുണ്ടെങ്കിലുള്ള കറസ്പോണ്ടിങ് ഇക്വേഷൻ ആണ് MU ലിമിറ്റ് എന്നുള്ളത് അല്ലെ. MU ലിമിറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ കോഡിൽ കിടപ്പുണ്ട്. സോ MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 XUmax/D ഇൻറ്റു 1 മൈനസ് 0.42 XUmax/D ഇൻറ്റു BD² FCK. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ നമുക്കപ്പോൾ എന്താണ്? നമ്മുടെ XUmax/Dയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ. എന്താണ് XUmax/Dയുടെ വാല്യൂ? 0.48. ആ വാല്യൂ ഡയറക്റ്റ് ഇവിടെ കൊണ്ടിട്ടാൽ മതി അല്ലെ. 0.36 ഇൻറ്റു XUmax/Dയുടെ വാല്യൂ എത്രയാണ്? 0.48 ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു XUmax/Dയുടെ വാല്യൂ 0.48 ഇൻറ്റു ബിയുടെ വാല്യൂ 250, ഡിയുടെ വാല്യൂ 450, സോ 450² ആൻഡ് FCKയുടെ വാല്യൂ 20. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 139,688,064 ന്യൂട്ടൺ MM. എഗെയിൻ ന്യൂട്ടൺ എമ്മിനെ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 10⁻⁻6 ചെയ്യുക. അപ്പോൾ 139.688 കണ്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ നോക്കുക, നിങ്ങളുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് 139 ആണ്. ഇത് കൂടാൻ പാടില്ല അല്ലേ. അപ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 126.53. നമ്മുടെ വാല്യൂ എന്താണ്? അതിനേക്കാൾ ചെറുതാണ് താൻ. ഓക്കെ. സോ ഇതാണ് ആ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കിക്കേ, ഇതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ് കേട്ടോ. Find the moment of resistance of a singly reinforced concrete beam of 300 mm width and 600 mm effective depth reinforced with 4 bars of 16 mm diameter of Fe415 steel. Take M25 concrete. Same question അല്ലേ, വേറെ വ്യത്യാസം ഒന്നുമില്ല. അതിൻ്റെ അകത്ത് എന്താ ചോദിച്ചേക്കുന്നത്? നമ്മുടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബീമിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 300 mm. ബീമിന്റെ വിഡ്ത്ത് 300 mm. ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് ആണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്കിനി ക്വസ്റ്റനിൽ എപ്പോഴെങ്കിലും ക്യാപിറ്റൽ D അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് D ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സ്മോൾ d കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്മോൾ d is equal to ക്യാപിറ്റൽ D മൈനസ് കവർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ D തരും, മീൻസ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് കിട്ടും. കവർ മിക്കവാറും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീമിന് സാധാരണ നമ്മൾ കൊടുക്കുക 20 അല്ലെങ്കിൽ 25, 20 ആ റേഞ്ചിൽ നമ്മൾ കവർ എടുക്കുക കേട്ടോ, അസ്യൂം ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബീമിന്റെ വാല്യൂ, ബീമിന്റെ വിഡ്ത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. B is equal to 300 mm. അതുപോലെ തന്നെ ഡെപ്തിന്റെ വാല്യൂ D is equal to 600 mm. അതുപോലെ AST കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റീഇൻഫോഴ്സ്ഡ് വിത്ത് 4 bars of 16 mm, 4 bars of 16 mm ഡയമീറ്റർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ AST കാണാനുള്ള ഇക്വേഷൻ എന്താ? N into pi/4 D². ഇവിടെ Nന്റെ വാല്യൂ 4 ആണ്. pi/4 ഡിയുടെ വാല്യൂ 16 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 804.25 mm². നൗ നമുക്ക് Fe415 തന്നിട്ടുണ്ട്, M25 കോൺക്രീറ്റും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ M25 എന്ന് പറഞ്ഞാൽ FCK 25 ന്യൂട്ടൺ പെർ mm². Fe415 എന്ന് പറയുമ്പോൾ Fi 450 ന്യൂട്ടൺ പെർ mm². ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? നമ്മുടെ IS കോഡിൽ നിന്ന് പേജ് നമ്പർ 96 XU/D കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. XU/D is equal to 0.87 FIAST 0.87 FIAST divided by 0.36 FCK BD. Now എല്ലാ വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FIയുടെ വാല്യൂ 415 ആണ്, ASTയുടെ വാല്യൂ 804.25, 0.36 FCKയുടെ വാല്യൂ 25, B 300, ഡിയുടെ വാല്യൂ 600. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ XU/D കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പഴയപടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കറസ്പോണ്ടിങ് ഗ്രേഡ് ഓഫ് സ്റ്റീലിന് ഉള്ള ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കിട്ടണം. എവിടെയാണ് കിട്ടുക? പേജ് നമ്പർ 70 ഓഫ് IS 456 എടുക്കുക. Fe415 കറസ്പോണ്ടിങ് ആയിട്ടുള്ള XUmax/Dയുടെ വാല്യൂ 0.48 ആണ്. ഇവിടെയും എന്താണ് കണ്ടീഷൻ? XU/D ഈസ് ലെസ് ദാൻ XUmax/D or XU ഈസ് ലെസ് ദാൻ XUmax, which is implies it is an under reinforced section. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MUന്റെ ഇക്വേഷൻ പേജ് നമ്പർ 96 ഓഫ് IS 456 നോക്കുക. എന്താണ് ഇക്വേഷൻ? MU is equal to 0.87 FIASTD into 1 minus AST FI divided by BD FCK. 0.87 into FIയുടെ വാല്യൂ 415, ASTയുടെ വാല്യൂ 804.25, ഡിയുടെ വാല്യൂ 600,
ഇവിടെ AST 804.25 ആണ്, FI 415 ആണ്, ബിയുടെ വാല്യൂ 300, ഡിയുടെ വാല്യൂ 600, CK 25 അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 161,302,481.56 ന്യൂട്ടൺ MM കിട്ടും. അതിനെ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻⁻6 ചെയ്യുക. അപ്പോൾ 161.302 കിലോ ന്യൂട്ടൺ മീറ്റർ. നമ്മളോട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നേരത്തെ ക്വസ്റ്റിലെ പോലെ നമ്മളോട് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും കൂടെ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്കിപ്പം XU = XU max by D എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? ഇഫ് XU is equal to XU max by D എന്നാണ് ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ ചെയ്തു വന്നപ്പോൾ കിട്ടിയെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. XU is equal to XU max by D എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു ബാലൻസ്ഡ് സെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റിന്റെ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി XU greater than XU max by D ആണ്, അല്ലെങ്കിൽ XU greater than XU max ആണ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? അത് ഒരു ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? IS കോഡ് ഒരിക്കലും ഒരു ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ എഴുതി വെക്കുക. IS code does not recommend an over-reinforced section, so we have to redesign that section. അങ്ങനെ എഴുതിയാൽ നമ്മൾ പ്രോബ്ലത്തിൽ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ MU ലിമിറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ലിമിറ്റിംഗ് മൊമെന്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മൾ ഓവർ ഇൻഫോഴ്സ് സെക്ഷൻ എന്ത് ചെയ്യുന്നില്ല? റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ MU ലിമിറ്റ് കൂടെ അത് കണ്ടുപിടിച്ചേക്കാം. ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് എഴുതിയിട്ട് നമ്മൾ MU ലിമിറ്റ് കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. സോ ഇതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വരിക. ഇനി യൂണിവേഴ്സിറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് MU ഒക്കെ തരും, എന്നിട്ട് നമ്മളോട് ചിലപ്പോൾ AST കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതർവൈസ് നമുക്ക് എന്തായിരിക്കും? ചിലപ്പോൾ MU എല്ലാം തന്നിട്ട് എന്താണ് നമ്മളോട് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമായിരിക്കും. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.